വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചു മന്ത്രി സി.പി. ജോൺ. പ്രിയദർശിനിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചില്ല. സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശം പാടില്ലായിരുന്നു. സ്ത്രീകളോട് വിവേചനമില്ല, തനിക്ക് ഈഗോ ഇല്ല, പറയുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. പ്രിയദർശിനി ഔദാര്യമല്ല, സ്ത്രീകളുടെ അവകാശമാണ്. പ്രിയദർശിനി UDFന്റെ അഭിമാന പദ്ധതിയാണെന്നും അത് തുടരുമെന്നും ഗതാഗത മന്ത്രി. അങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഔപചാരികമായിട്ട് പറയുന്നു, ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ആ സ്ത്രീകളോട് ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെയാണല്ലോ നമ്മൾ പെരുമാറുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ, പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വയസ്സുള്ളവർ കൂടിയവരെന്നോ ഒന്നുമുള്ള വിവേചനങ്ങളില്ല. കൃത്യമായി ഏതൊരു സ്ത്രീക്കും പ്രിയദർശിനിയിൽ പോകാനുള്ള അവകാശമുണ്ട്. അത് അവരുടെ അവകാശമാണ്. അത് അവരുടെ അവകാശമാണെന്ന് ഞാൻ മാധ്യമങ്ങളെല്ലാം നോക്കി. തീർച്ചയായിട്ടും അവരുടെ അവകാശമാണ്. ആരുടെ ഔദാര്യമല്ല, എൻ്റെ ഔദാര്യമല്ല, ഗവൺമെൻറ് ഔദാര്യമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ധാരണകളും ഐക്യജനാധിപത്യ മുന്നണിക്കില്ല. പ്രിയദർശിനി എന്ന സ്കീം അത് ഈ ഗവൺമെൻറ്റിൻ്റെ ശിശുവാണ്. അതിനെ ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. പിന്നെ ഞാൻ ഇന്നലെ ഒത്തിരി കാഷ്വലായിട്ടാണ് പറഞ്ഞത്. പത്രങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സമ്മേളനം പോലൊരു മീറ്റിംഗ് ആയിരുന്നു. അവിടെ പറഞ്ഞപ്പോൾ ഞാൻ പറയേണ്ടാതിരുന്ന ചില വാക്കുകൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. അത് ആർക്കെങ്കിലും ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അതിലെനിക്ക് യാതൊരു ഈഗോയും ഇല്ല. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, അത് ശ്രദ്ധിക്കണമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ അങ്ങനെ ഒരു വിമർശനം വന്നതിലോ അല്ലെങ്കിൽ പ്രതിഷേധം വന്നതിലോ ഒന്നും ഒരു ഈഗോ, എന്താ പറയുക, അങ്ങനത്തെ ഒരു ഈഗോ എനിക്കില്ല. ഒരു ഫോൾസ് ഈഗോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മന്ത്രി എന്ന രീതിയിൽ ഒരുപാട് പ്രിവിലേജുകൾ എല്ലാ മന്ത്രിമാർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ക്രിറ്റിസിസത്തിൻ്റെ ഒരു സ്പേസും ഉണ്ട്. അവരതിൽ അത് ഉൾക്കൊള്ളേ പറ്റുള്ളൂ. വി അരുൺ കൂടുതൽ വിവരണം നൽകും. അരുൺ, ഔപചാരികമായി പറയുന്നു എന്നാണ്. ഔപചാരികം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നോക്കിയാൽ ഫോർമാലിറ്റി എന്ന് പറയാം. അപ്പോൾ എന്താണെങ്കിലും ഈ ക്യാബിനറ്റിൽ ഉൾപ്പെടെ ഇന്ന് ഇക്കാര്യം ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോഴാണല്ലോ രാവിലെ തന്നെ മന്ത്രിയുടെ ഖേദപ്രകടനം ഔപചാരികമായി. അത് എന്താണ് അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളോട്? എന്തോ എങ്ങനെ വിശദീകരിച്ചാലും അദ്ദേഹം പറഞ്ഞത് സ്ത്രീകളെ അവഹേളിക്കുന്നത് തന്നെയാണ്. വളരെ കൃത്യമാണ് ആയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സൗജന്യം നൽകി അത് സ്ത്രീകൾ അനധികൃതമായി നേടിയെടുക്കുന്നത് തന്നെയാണ് ഗതാഗത വകുപ്പിന്റെ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി സി.പി. ജോൺ സർക്കാരിന്റെ UDFന്റെ അഭിമാന പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത്. മറ്റു വഴികളില്ലാതെ എന്ന് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയാണ്. തനിക്ക് ഈഗോ ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇത്ര വിവാദം ഉയർന്നിട്ടും ആദ്യ വാർത്ത പുറത്തുവന്നതിന് ശേഷം അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിന്നാണ് സംസാരിച്ചത്. പിന്നീട് മറ്റു വഴികളില്ല. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ മന്ത്രിക്കെതിരെ ഉയർന്നു വന്നു. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം മറുപടി പറയേണ്ടുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം മാത്രമല്ല, അതിനുശേഷം വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി നടത്തും. ആ വാർത്താ സമ്മേളനത്തിൽ ക്യാബിനറ്റ് ബ്രീഫിംഗിൽ മുഖ്യമന്ത്രിയും ഇത്തരമൊരു തന്റെ ക്യാബിനറ്റിലെ ഒരു മന്ത്രി സർക്കാരിന്റെ പദ്ധതിയെ തള്ളിപ്പറഞ്ഞു. സർക്കാർ ആശുപത്രികളിലെ എന്തിന് ആളുകൾ പോകുന്നുവെന്ന് ചോദിക്കുന്നു, സ്ത്രീകളെ ആകെ അവഹേളിക്കുന്നു. ഇത് മുഖ്യമന്ത്രി കൂടി മറുപടി പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. വലിയ പ്രതിഷേധ സംസ്ഥാനത്തെമ്പാടും പ്രതിപക്ഷ പാർട്ടികൾ CPM-ഉം BJP-യും ഒക്കെ നടത്തി. ഗത്യന്തരമില്ലാതെ മന്ത്രി ഇപ്പോൾ ഖേദം പ്രകടിപ്പിക്കുകയാണ്. മറ്റു വഴികൾ അദ്ദേഹത്തിന് മുന്നില്ല. രാജി ആവശ്യപ്പെട്ട പോലും ഇന്നലെ പ്രതിഷേധങ്ങളുണ്ടായി. ഏതായാലും സർക്കാരും സി.പി. ജോൺ മുഖം രക്ഷിക്കുകയാണ്. അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ നിന്ന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മുഖം രക്ഷിക്കുന്നത് മാത്രമല്ല, സർക്കാരിന്റെ വലിയൊരു പദ്ധതിക്കെതിരെയുള്ള പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിൽ പോലും വലിയ പ്രതിഷേധങ്ങൾ വന്ന സാഹചര്യത്തിലാണ് സി.പി. ജോണിന് ആ നിലപാടിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നത്, പിന്നോട്ട് പോകേണ്ടി വന്നത്. റൈറ്റ്. അരുൺ സൂചിപ്പിച്ചതുപോലെ എന്താണെങ്കിലും സി.പി. ജോണിന് നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ പറഞ്ഞതിൽ അതിൽ ന്യായീകരണമില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് മന്ത്രിയുടെ ഖേദപ്രകടനമെന്ന് കരുതാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.